വിജയ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വൺ ഓഫ് ദി മോസ്റ്റ് ലവ്ഡ് സൂപ്പർ സ്റ്റാർസ് എന്ന് പറയാവുന്ന ഒരാളാണ്. അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് കടക്കുന്നു. സിനിമാ ജീവിതത്തിനിടയിലും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിവാദങ്ങളുടെ എണ്ണം വളരെയധികം കൂടി. അദ്ദേഹം വിമർശിക്കപ്പെടുന്നതും കൂടി. സ്വാഭാവികമാണ്. കാരണം ഒരു സിനിമാ താരമായിരിക്കുന്ന വിജയ് എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ആളാണ്. ഒരുപാട് ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നു, കുറേ ആളുകൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടം മാത്രം തോന്നേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്ന ആളാണ്. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലേക്ക് മാറുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയത്തിനെ അയാൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൻ്റെ രാഷ്ട്രീയത്തിനെ അയാൾ എതിർത്ത് തുടങ്ങുകയാണ്. കുറേ ആളുകൾ അയാളെ കോമ്പറ്റീറ്ററായി കാണാൻ തുടങ്ങും. ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ അവിടെ ആദർശങ്ങൾ മാത്രമല്ല ഉള്ളത്, വിശ്വാസങ്ങളുണ്ട്, മതമുണ്ട്, ജാതിയുണ്ട്, ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന ഏതൊക്കെയോ വിഭാഗങ്ങളെ അയാൾ ശത്രുക്കളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നതോടുകൂടി അദ്ദേഹം അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ വിവാദങ്ങൾ. അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം സൈക്കിൾ ചവിട്ടി ഒരു പ്രകടനം റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ ഒരു ഫ്ലവർ ബോൾ, കുറച്ച് പൂക്കളുടെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു ബോൾ അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു ഇൻ ദ സെൻസ് അതവിടെ ആ റോഡിൽ വീണിട്ട് താരങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റേ പുഷ്പപരവതാനി വിരിക്കുക എന്നുള്ള രീതിയൊക്കെ ആണല്ലോ. കേരളത്തിലും അങ്ങനെ പുഷ്പപരവതാനി കിട്ടിയാൽ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, സിനിമയിൽ നിന്ന് തന്നെ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടുള്ള ആളുകൾ. എന്തായാലും അവിടെയും ആരാധകൻ സ്നേഹം കൊണ്ട് കുറച്ച് പൂക്കൾ എറിയുകയാണ് ചെയ്തത്. പക്ഷേ വിജയ് പെട്ടെന്ന് അതിൽ ഒരു അപാകത ഫീൽ ചെയ്തതുകൊണ്ടാവാം അദ്ദേഹം സൈക്കിള് അവിടെ ഇട്ടിട്ട് പുറകോട്ട് ഓടിപ്പോയി. അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. അത് ആ വീഡിയോ ക്ലിപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിജയ് ആക്ച്വലി ഓടുന്നതിന് മുമ്പേ പുറകിൽ നിന്ന് ആൾക്കാർ ഓടി വന്ന് അവർ വിളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വിളിയും അവരുടെ ഇൻസ്ട്രക്ഷനുമാണ് വിജയ് തിരിഞ്ഞു പോകാനുള്ള കാരണം. ആ വീഡിയോ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആ വീഡിയോസിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻസ് നിങ്ങൾ നോക്കണം. അത്തരം ഒരുപാട് ട്രോളുകൾ, മീമുകളൊക്കെ വന്നു തുടങ്ങി. ഇത്രയും ഭയങ്കര സ്റ്റാറായിട്ട് വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ഫ്ലവർ ബോൾ കണ്ടപ്പോൾ പേടിച്ചോടിയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള പുച്ഛമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. തൊട്ടടുത്ത് ഒരാൾ നിന്നിട്ട് കാലിൻ്റെ അടുത്തേക്ക് കൈ ചൂണ്ടിയിട്ട് അയ്യോ ദേ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എവിടെ എന്നൊക്കെ പറഞ്ഞ് ചാടുന്ന, ഓടുന്ന, ചിലപ്പോൾ ബോധം കെട്ട് വീഴാൻ വരെ സാധ്യതയുള്ള ആളുകൾ വിജയെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്. ഒരു താരമായി നിൽക്കുന്ന വിജയ് അല്ല ഒരു പൊളിറ്റീഷ്യനായി മാറുന്ന വിജയ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ജയലളിത, അവർ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അവർ ഓരോ പരിപാടികളിലും പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സുകൾ കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ടിട്ടാണ് അവർ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് പോലും. നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ അവരുടെ കൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവുന്നതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് നേരെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളും ചില വ്യക്തികളും ഒക്കെ ഒരുപാട് സെക്യൂരിറ്റി ആവശ്യപ്പെടുന്നതാണ്. ഇപ്പോൾ എയർപോർട്ടിൽ അവിടുത്തെ ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നിങ്ങൾ അവിടെ ചെന്ന് ഇതുപോലെ ഒരു ഫ്ലവർ ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അകത്താവും. ഒന്നും വേണ്ട, ഒരു എയർപോർട്ടിൽ പോയിരുന്നിട്ട് ദേ പാമ്പ്, ദേ കുറുക്കൻ എന്നൊക്കെ പറയുന്നത് പോലെ ദേ ബോംബ് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാവും. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഒരു കലാപമോ പ്രശ്നമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് അത് അത്ര സെക്യൂർ ആയിട്ടുള്ളൊരു സ്ഥലമല്ല. ഇപ്പോൾ വിജയ് പങ്കെടുത്തൊരു റാലിയിൽ ദുരന്തമുണ്ടായി, വിജയ് ആ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറുന്നു എന്ന് പറയുന്നത് അയാൾ അവിടുന്ന് മാറണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ചിലപ്പോൾ അതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ എന്ന് തന്നെ പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നത്, നമ്മൾ സാധാരണക്കാരെ പോലെ വരുന്ന നടിയെ കണ്ടോ എന്ന് പറയുന്ന റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത് മാറ്റി നിർത്തിയാൽ ഒരു സെലിബ്രിറ്റി പങ്കെടുക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് അവിടെ റിക്വയർ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി, ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ഒരു സ്റ്റാറാണ് വരുന്നതെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ 4-5 ബൗൺസേഴ്സ് ആയിരിക്കും. പക്ഷേ കുറച്ചും കൂടി മുതിർന്ന ഒരു താരമാണെങ്കിൽ ബൗൺസേഴ്സിൻ്റെ കൂടെ ചിലപ്പോൾ പോലീസുകാരുണ്ടായിരുന്നു വരും. തമിഴ്നാട്ടിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഒരു ആർട്ടിസ്റ്റ് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തൊരു പരിപാടിക്ക് വന്നപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഇത്ര ബൗൺസേഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷേ അതിൽ ഞെട്ടേണ്ട കാര്യവും ഇല്ല. കാരണം അതിവിടെ ആവശ്യമാണ്. ആരാധകർ സ്നേഹം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇഷ്ടക്കേടുള്ള ആളുകളും ഉണ്ടാവും. അത് പക്ഷേ രാഷ്ട്രീയക്കാരായി മാറുമ്പോഴേക്കും ആ ഇഷ്ടക്കേടുള്ള വിഭാഗത്തിൻ്റെ എണ്ണവും അളവും അവരുടെ സ്ട്രെങ്ത്തും ഒക്കെ അങ്ങ് കൂടുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസും അവർക്ക് കൂടുകയാണ്. ഇവിടെ നമ്മൾ വിജയെ നോക്കിക്കഴിഞ്ഞാൽ വിജയ് ഒരു പാർട്ടി ഹോൾഡ് ചെയ്യുന്ന ആളാണ്. അതായത് വിജയ് ഇല്ലെങ്കിൽ ടി വിക്ക് ഇല്ല എന്ന് പറയുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ 10-20 വർഷം കൊണ്ട് അയാൾ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടമുണ്ട്.
ആ ആൾക്കൂട്ടം വിജയ് ദാ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴേ വന്നു തുടങ്ങി. ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഈവൻ സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിലും പലതരം പ്രസ്താവനകൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇത് കുറേ ആളുകളെ അലോസരപ്പെടുത്തും. സിമ്പിൾ ഉദാഹരണം പറയാം. 4-5 കോടി രൂപയുടെ ഒരു പടം എടുത്തിട്ട് തല്ലിപ്പൊളി പടം എടുത്തു വെച്ച് പടം എന്തായാലും 8 നിലയിൽ പൊട്ടി. പക്ഷേ പടത്തിന് ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മളെയൊക്കെ വിളിച്ചിട്ട് കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്താൻ ഇവിടെ ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യമുണ്ടെങ്കിൽ 5 കോടി രൂപയുടെ കാര്യത്തിലാണെന്ന് ഓർക്കണം. ഇവിടെ പല ലക്ഷം കോടിയുടെ പരിപാടികൾ നടക്കുന്ന രാഷ്ട്രീയത്തിലേക്ക്, അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ വേണ്ടി പിടിവലി നടത്തുന്ന ആളുകൾ ഏത് തരം ഭീഷണി വേണമെങ്കിലും മുഴക്കില്ലേ? വെറും ഭീഷണിയൊന്നും ആയിരിക്കില്ല ബഹുഭൂരിപക്ഷവും. മാത്രമല്ല വിജയ് നമുക്കറിയാത്ത എത്രയെത്ര ഭീഷണികൾ ഓരോ ദിവസവും ഡീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അയാൾക്കൊപ്പം സെക്യൂരിറ്റി വിങ് ഉണ്ടാവും. അവർ കൃത്യമായി അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഷേപ്പിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്ര ക്ലോസ് റേഞ്ചിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു പേടി തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ മാറിക്കോളുക, ബാക്കി ഞങ്ങളാണത് ഡീൽ ചെയ്യേണ്ടത് എന്ന് അവരൊരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അത് വെച്ചിട്ടാണ് വിജയ് ബിഹേവ് ചെയ്യുക. കാരണം അയാൾ ജീവനോടെ ഇരുന്നാലേ അയാളുടെ ആദർശങ്ങളും അയാളുടെ പാർട്ടിയൊക്കെ നിലനിൽക്കുള്ളൂ. സോ ഈ ക്ലോസ് റേഞ്ചിൽ ഒരാൾ ഒരു കവറിനകത്ത് നിന്ന് ഉരുണ്ട ഒരു സാധനം എടുത്ത് തൻ്റെ നേർക്ക് എറിയാൻ വരുന്നു എന്ന് തോന്നുമ്പോൾ വിജയ് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അത് പേടിച്ചോടുക എന്ന് പറയുകയോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടി ധൈര്യമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിസ് ഈസ് പൊളിറ്റിക്സ്. ആരാ എന്താന്ന് പോലും അറിയാത്ത ഒരു വലിയ ക്രൗഡിനിടയിൽ ഇറങ്ങി നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ എന്തും ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് മുന്നിൽ കാണണം. എൻ്റെ അൻപാന മക്കൾ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും ഈ കൂട്ടത്തിൽ തന്നെ കല്ലെറിയാനുള്ള ആൾക്കാരുണ്ടാവും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുമല്ലോ. കല്ല് ബോംബ് ആവാമല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദേ പാമ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടി രക്ഷപ്പെടുന്ന, പാമ്പൊക്കെ പോട്ടെ, ദേ പാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് അപ്പോൾ ഓടി രക്ഷപ്പെടുന്ന ആൾക്കാർ ഓൾറെഡി ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനൊരു തീരുമാനമെടുക്കുന്നതിനെ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? നമ്മളിവിടെ വിജയുടെ രാഷ്ട്രീയത്തിനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്. വിജയ് എന്ന് പറയുന്ന ഒരു പബ്ലിക് ഫിഗർ, ഒരു പൊളിറ്റീഷ്യൻ, ഇലക്ഷൻ കാൻഡിഡേറ്റ്, അയാളുടെ സേഫ്റ്റി ഉറപ്പിക്കുന്നതിനായി ചെയ്തൊരു കാര്യത്തിന് അത് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കിയില്ല. ആ എറിയാൻ വന്ന ആളെ എല്ലാവരും കൂടി എടുത്തിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വെടിവെക്കുക എന്ന് പറയുന്ന പോലത്തെ സാഹചര്യത്തിലേക്ക് ഒന്നും അല്ല പോയത്. അയാളുടെ സേഫ്റ്റി അല്ലെങ്കിൽ ഒരു സേഫ് സോണിലേക്ക് അയാൾ മാറി. ഇത് നിങ്ങൾ ഓടൂലേ? ഞാൻ ഓടും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ എൻ്റെ നേർക്ക് എന്തെങ്കിലും എറിയാൻ പോകുന്ന പോലെ തോന്നി ഞാൻ ഓടും. അല്ലാതെ അവിടെ മറ്റേ രജനീകാന്ത് സിനിമയൊക്കെ അനുസ്മരിച്ച് ചെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടമായി പോകും. പിന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു രസം കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ലൈക്സും കുറച്ച് കമൻസും ഒക്കെ വാങ്ങി കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ ട്രോൾ ചെയ്യുന്ന, കളിയാക്കാൻ ഇറങ്ങുന്ന ആളുകളെല്ലാവരും അവരത് തുടരുക തന്നെ ചെയ്യും. ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് നിർത്താനൊന്നും പോകുന്നില്ല, നിർത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ഇതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.